Okay, so this വർഷത്തെ ഏറ്റവും ആന്റിസിപ്പേറ്റഡും ഏറ്റവും ഹൈപ്ഡ് ആയ ഫോണാണ് ഇന്ന് ലോഞ്ച് ചെയ്തത്. ആ ഫോണാണ് വൺപ്ലസിൻ്റെ വൺപ്ലസ് നോർഡ്. ഈ വൺപ്ലസ് നോർഡിന് ചുറ്റും വൺപ്ലസ് പൊക്കി കെട്ടിയ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര ഹൈപ്പ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ വൺപ്ലസിൻ്റെ ഈ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ഫസ്റ്റ് എവർ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ശരിക്കും പറഞ്ഞ ഒരു ടെക്നോളജിക്കൽ വേൾഡിൽ എല്ലാവരും ഒരു കണ്ണ് ഇതിൻ്റെ മേലുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വളരെ രസകരമായ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ലോഞ്ച് ഇവൻ്റായിരുന്നു വൺപ്ലസ് നോർഡിൻ്റെ. സോ ഈ ഒരു ലോഞ്ച് ഇവൻറ്റ് കണ്ടു കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹൈപ്പും ബിൽഡപ്പ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ വളരെ എനിക്ക് തോന്നുന്നത് അതിനെ ശരിക്കും പോസിറ്റീവ്ലി അതിനെ പ്രൂവ് ചെയ്ത ഒരു ലോഞ്ച് ഇവൻ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ പ്രൈസും സ്പെസിഫിക്കേഷൻസും പിന്നെ ഈ ഫോണിൻ്റെ മറ്റ് എല്ലാ ഡീറ്റെയിൽസൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഓക്കെ, സോ വൺപ്ലസ് നോർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരുന്നു, വൺപ്ലസിൻ്റെ സൈഡിൽ നിന്ന് വന്ന പ്രീ ഓർഡർ ഞാൻ ചെയ്തിരുന്നു. സോ പ്രീ ഓർഡർ ഗിഫ്റ്റായിട്ട് വന്ന സംഭവമാണ്. സോ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഈ ഒരു ടീഷർട്ടാണ് വൺപ്ലസിൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ ഈ രണ്ട് സംഭവങ്ങളാണ്, ഈ പാക്കറ്റും പിന്നെ ഈ ഒരു കാർഡാണ്. ഈ കാർഡ് വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി യൂസ് ചെയ്ത് അതിൻ്റെ 3D മോഡൽ, നമ്മുടെ വൺപ്ലസ് നോർഡിൻ്റെ 3D മോഡൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ കണ്ടിരുന്നു, നല്ല രസകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. സോ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. സോ ഓക്കെ, ഇപ്പോൾ നമുക്ക് വൺപ്ലസ് നോർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ നോക്കാം. സോ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ്. എൻ്റെ അർത്ഥമാണ് ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. അതും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ലീനിയർ ക്യാമറ മോഡ്യൂളാണ്. അതും നിങ്ങൾ ബാക്ക് ചെയ്ത് നോക്കിയാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത് ഈ ക്യാമറ മോഡ്യൂൾ. ഒഫീഷ്യലി ഒരു IP റേറ്റിംഗ് ഇല്ലെങ്കിലും വൺപ്ലസിൻ്റെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ടെസ്റ്റൊക്കെ കഴിഞ്ഞുള്ള ഫോണാണ്. സോ ഇതിൻ്റെ അകത്ത് എന്തായാലും നിങ്ങൾക്കൊരു ഒഫീഷ്യലി ഒരു എന്താ പറയുക ഒരു ടാഗ് ഇല്ലെങ്കിലും നല്ല ഒരു പ്രൊട്ടക്ഷൻ കിട്ടും നിങ്ങൾക്ക്, വാട്ടർ ആണെങ്കിലും ഡസ്റ്റ് ആണെങ്കിലും. ഫോണിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കിയാൽ ഫസ്റ്റ് ടൈമാണ് വൺപ്ലസിൽ ഒരു ഡ്യുവൽ സെൽഫി ക്യാമറ സെറ്റപ്പ് വരുന്നത്. അതിനോടൊപ്പം തന്നെ വളരെ കനം കുറഞ്ഞ ബെസൽസ് ആണ്. സോ നിങ്ങൾക്ക് നല്ല ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് വൺപ്ലസ് നോർഡിൽ കിട്ടാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈനും ബിൽഡ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇതിൻ്റെ വെയിറ്റ്. വെറും 184 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. സോ നിങ്ങൾ പോക്കോ X2 എടുക്കുകയാണെങ്കിൽ 210 ഗ്രാമാണ്. സോ അത് വെച്ച് നോക്കുമ്പം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് വൺപ്ലസ് നോർഡ്. സോ ഈ ഹെവി ഫോൺസ് ഇഷ്ടപ്പെടാത്തവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും വൺപ്ലസിൻ്റെ വൺപ്ലസ് നോർഡ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കാം. സോ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.44 ഇഞ്ചിൻ്റെ ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. 20:9 ആയിരിക്കും ആസ്പെക്ട് റേഷ്യോ. ഏകദേശം 409 ppi ആയിരിക്കും പിക്സൽ ഡെൻസിറ്റി. പെർഫോമൻസിൻ്റെ കാറ്റഗറി നോക്കിയാൽ ഇതിലുള്ള ചിപ്സെറ്റ് ആണ് ക്വാൾകോമിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന പ്രീമിയം മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 765G ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. 7 നാനോമീറ്റർ ഫിൻഫെറ്റ് ഫാബ്രിക്കേഷനും ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയ ചിപ്സെറ്റ് ആണ്. 2 പെർഫോമൻസ് കോർസ് ആണ്. അതിൽ നിന്ന് ഒരെണ്ണമാണ് 2.4 GHz ക്രയോ 475 പ്രൈം. ഒരെണ്ണം കൂടിയുണ്ട് 2.2 GHz ക്രയോ 475 ഗോൾഡ്. പിന്നെ 6 എഫിഷ്യൻസി കോർസ് ആണ്. 1.8 GHz ക്രയോ 475 സിൽവർ. ഇതിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായാലും ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 10 ആയിരിക്കും. അതിൻ്റെ കൂടെ വരുന്നത് വളരെ ഫേമസും ഹിറ്റായ ഓക്സിജൻ OS ആണ്. വൺപ്ലസ് നോർഡിൻ്റെ റാം സ്റ്റോറേജ് വേരിയൻസ് നോക്കിയാൽ 3 റാം സ്റ്റോറേജ് വേരിയൻസ് ആണ് സ്പെഷ്യലി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. സോ ഇന്ത്യക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റാം സ്റ്റോറേജ് വേരിയൻ്റ് ഉണ്ട്, അതായത് 6GB 64GB. ബാക്കി 2 വേരിയൻസ് ആണ് 8GB 128GB. പിന്നെ 12GB 256GB ഓപ്ഷനും നിങ്ങൾക്ക് വൺപ്ലസ് നോർഡിൽ കിട്ടുന്നുണ്ട്. ഇതിലുള്ള റാം ടൈപ്പ് LPDDR4X റാം ആണ്. കൂടെ വരുന്ന സ്റ്റോറേജ് ആണ് UFS 2.1. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കാം. ഫസ്റ്റ് റിയർ ക്യാമറ അല്ലെങ്കിൽ മെയിൻ ക്യാമറ. സോ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു ട്രിപ്പിൾ ക്യാമറ ആയിരിക്കും, ക്വാഡ് ആയിരിക്കും, ട്രിപ്പിൾ ആയിരിക്കും. പക്ഷേ അവസാനം ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 48 മെഗാപിക്സലിൻ്റെ ആണ് മെയിൻ ക്യാമറ. ഈ 48 മെഗാപിക്സലിൻ്റെ ക്യാമറയിലുള്ള സെൻസർ ഏതാണെന്നറിയോ? ഈ വർഷം വൺപ്ലസ് 8ൽ വന്ന സോണിയുടെ IMX 586 സെൻസർ ഉണ്ടല്ലോ, എക്സാക്ട്ലി ആ സെൻസറാണ് ഇവർ വൺപ്ലസ് നോർഡിൽ ഇട്ടിരിക്കുന്നത്. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ക്യാമറ പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാം. ബാക്കി 3 ക്യാമറകളാണ് 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 5 മെഗാപിക്സലിൻ്റെ മാക്രോ, പിന്നെ 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. പിന്നെ ഈ 48 മെഗാപിക്സലിൻ്റെ ക്യാമറയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ OIS അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൺപ്ലസ് നോർഡിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കിയാൽ ഫസ്റ്റ് ടൈമാണ് ഒരു വൺപ്ലസിൻ്റെ ഫോണിൽ ഡ്യുവൽ സെൽഫി ക്യാമറ സെറ്റപ്പ് വരുന്നത്. സോ മെയിൻ ക്യാമറയാണ് 32 മെഗാപിക്സലിൻ്റെ ക്യാമറ. പിന്നെ അതിനോടൊപ്പം വരുന്നത് 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ കൂടിയാണ്. നെക്സ്റ്റ് നമുക്ക് വൺപ്ലസ് നോർഡിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സെറ്റപ്പ് നോക്കാം. സോ ഇതിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്ന ബാറ്ററിയാണ് 4115 mAh ബാറ്ററിയാണ്. കൂടെ കിട്ടുന്ന ബോക്സിൽ കിട്ടുന്ന ചാർജറാണ് OnePlus 8 to OnePlus 8 Proൻ്റെ കൂടെ വരുന്ന എക്സാക്ട്ലി സെയിം ചാർജറാണ് OnePlusൻ്റെ സൈഡിൽ നിന്നുള്ള 30 വാട്ടിൻ്റെ
വാർപ്പ് 30T ചാർജർ. ഈ 30 വാട്ടിൻ്റെ വാർപ്പ് ചാർജർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് OnePlus Nord 70%, സോ 0 to 70% വെറും 30 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ കഴിയും. OnePlus Nordൻ്റെ മറ്റ് ചില ഫീച്ചേഴ്സ് നോക്കിയാൽ ഇതിൽ വരുന്നത് നമ്മളുടെ സാധാരണ എല്ലാ OnePlus ഫോണിലും വരുന്ന പോലെ തന്നെ ഇതിലും നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫേസ് അൺലോക്ക് ഫീച്ചർ ഉണ്ട്, NFC-ൻ്റെ ഫീച്ചർ ഉണ്ട്. ആ ഒരു ഫീച്ചർ ഇന്ത്യയിലേക്ക് വരുമോ എന്നറിയില്ല, വന്നാൽ അടിപൊളിയായിരിക്കും. NFC-ൻ്റെ ഫീച്ചറും ഈ ഒരു OnePlus Nord സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Qualcomm Snapdragon 765G ഒരു 5G സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ആയതുകൊണ്ട് OnePlus Nord ഒരു 5G ഫോൺ ആയിരിക്കും. 2 കളർ ഓപ്ഷൻസിലാണ് OnePlus Nord വരാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് ബ്ലൂ മാർബിൾ, സെക്കൻഡ് ആണ് ഗ്രേ ഓണിക്സ്. നെക്സ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കാം. സോ ഈ ഒരു OnePlus Nord എന്ന ഫോണിൻ്റെ ബാക്കി എല്ലാ സ്പെസിഫിക്കേഷൻസും, ഡിസ്പ്ലേ ആയാലും ക്യാമറ ആയാലും അകത്തുള്ള ചിപ്സെറ്റ് ആയാലും ഇതെല്ലാം ഓൾറെഡി പുറത്ത് വന്ന സ്പെസിഫിക്കേഷൻസ് ആണ്. പക്ഷേ എല്ലാവരും നോക്കിയിരുന്നത് ഇന്ത്യയിൽ ഏത് പ്രൈസിലാണ് OnePlus Nord വരാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസ് കണ്ട് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. സോ OnePlus Nord സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 25,000 രൂപയ്ക്കാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 24,999 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. സോ 6GB 64GB പ്രൈസാണ് 24,999, 8GB 128GB പ്രൈസാണ് 27,999, 12GB 256GBൻ്റെ പ്രൈസാണ് 29,999. സോ ഈ 3 മോഡൽസും 30,000 താഴെയാണ് വരുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു 6GB 64GB വെർഷൻ ഉണ്ടല്ലോ, ഏറ്റവും ലോയസ്റ്റ് വേരിയൻറ്റ്, അത് മിക്കവാറും വരാൻ കുറച്ച് വൈകും, മിക്കവാറും സെപ്റ്റംബർ ആവും. സോ ഓഗസ്റ്റ് 4-ാം തീയതി വരാൻ പോകുന്നത് 8GB 128GB പിന്നെ 12GB 256GBയുടെ ഓപ്ഷൻസ് ആണ്. സോ പേഴ്സണലി ഞാൻ വളരെ ഹാപ്പിയാണ്. നമുക്കെല്ലാവർക്കും സ്പെസിഫിക്കേഷൻസ് അറിയായിരുന്നു, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡീറ്റെയിൽ ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. സോ എനിക്ക് തോന്നുന്നു നമ്മളാരും നിരാശപ്പെടുത്താതെ വളരെ നല്ലൊരു പ്രൈസ് പോയിന്റ് 24,999 OnePlusനെ സംബന്ധിച്ചിടത്തോളം, അതും ഇത്രയും നല്ല ഫീച്ചേഴ്സ് ഉള്ള OnePlus Nordനെ സംബന്ധിച്ചിടത്തോളം വളരെ കോമ്പറ്റേറ്റീവ് ആയൊരു പ്രൈസാണ്. അതിനോടൊപ്പം തന്നെ ഇന്ത്യക്ക് വേണ്ടി മാത്രമായിട്ടൊരു 6GB 64GBൻ്റെ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നല്ലൊരു പോയിന്റാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പ്രീ ഓർഡർ ചെയ്തതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓഗസ്റ്റ് 4-ന് ഇതിൻ്റെ സെയിൽ തുടങ്ങുമ്പോൾ, ആമസോണിൻ്റെ സെയിൽ തുടങ്ങുമ്പോൾ ഓഗസ്റ്റ് 4-ന് നമുക്ക് എന്തായാലും ആ ഒരു ഫ്ലാഷ് സെയിലാണോ നോർമൽ സെയിലാണോ എന്ന് അറിയില്ല, ഫ്ലാഷ് സെയിലാണെങ്കിലും അതുവഴി നമുക്കിത് മേടിക്കേണ്ടി വരും. സോ എന്തായാലും എൻ്റെ ഫുൾ എഫേർട്ട് ഉണ്ടാകും. ഓഗസ്റ്റ് 4-ന് ഞാനിത് വാങ്ങിച്ചിരിക്കും. എൻ്റെ ഫുൾ 100% കമ്മിറ്റ്മെൻറ്റ് അതിലേക്കായിരിക്കും. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഞാൻ അൺബോക്സിങ്ങും പിന്നെ അതിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തായാലും നമ്മുടെ ഈ മിസ്റ്റർ പെർഫെക്റ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു OnePlus Nordനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കോമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മടിക്കേണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.